ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ സെക്ഷനിയുടെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബും ചെയ്യട്ടോ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സ്കൂളിലാണെങ്കിൽ ജെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. വേറെ ഒന്നല്ല, കഴിഞ്ഞ ദിവസം ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ആരിസും ചെറിയൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ കെയ്ഫർ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ആരിസിന് ലങ്സിന് എന്തോ പ്രോബ്ലം കൊണ്ട് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവൻ കൈയൊക്കെ പിടിച്ചിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവളായിരുന്നു അത് സിയാൻ കണ്ടിട്ട്. സിയാനാണെങ്കിൽ അവളെങ്ങനെ കളിയാക്കി വിടുന്നുണ്ട്. അവളാണെങ്കിൽ ബ്ലഷ് ആവുന്നതിനെ കുറിച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടെ മൊത്തത്തിൽ അവളെ കളിയാക്കുന്നുണ്ട്. അവൾക്ക് ആ ഒരു ടെൻഷൻ മാത്രമല്ല ഉണ്ടായിരുന്നത്, യൂറി ആണെങ്കിൽ ഇതുവരെ കോളേജിൽ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. സോ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. ഈ പഴയ പോലെ യൂറി ആ ടൈഗറിന്റെ ടീമിൻ്റെ ഒക്കെ പോയി ചേരുമോ എന്നുള്ളൊരു ടെൻഷനോട് എല്ലേനെ അവന് കിട്ടാതെ വന്നപ്പോൾ അവനെ അവിടെ പോയിട്ട് ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നല്ലോ, ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ മിസ് ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലേക്ക് വന്ന പാടാണെങ്കിൽ എല്ലാ ചെയറും ഒരുപോലെ നേരിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണെങ്കിൽ കെയ്ഫർ ജെ നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജെ ആണെങ്കിൽ പുറത്തേക്ക് പോട്ടെ മിസ്സിനോട് അനുവാദം ചോദിച്ചു. മിസ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കെയ്ഫർ ആണെങ്കിൽ അവളെ നേരെ അവൻ്റെ മടിയിലേക്ക് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മിസ് തിരിഞ്ഞ് നോക്കിയപ്പോൾ എന്താണ് നടക്കുന്ന രീതിയിൽ അവരെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ജെയും അതുപോലെ തന്നെ കെയ്ഫറിനെയും രണ്ടുപേരെ ഫുൾ നെയിം വിളിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കെയ്ഫർ പറയുന്നുണ്ടായിരുന്നു ഇത് മിസ്സിസ് വാട്സൺ ആണെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മിസ് ഭയങ്കരമായിട്ട് റൂഡായിട്ട് അവരോട് ഇങ്ങനെ കളിക്കലേ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ക്ലാസ് എടുക്കണ രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. നമ്മുടെ കെയ്ഫർ ആണെങ്കിൽ നല്ല അടിപൊളി മണിയായിട്ട് തന്നെ ആൻസറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണെങ്കിൽ കെയ്ഫർ ആയി കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ജെക്ക് ഈ ക്ലാസ് പഠിപ്പിക്കുന്ന എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ എന്നുള്ള രീതിയിൽ ജെനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ജെക്ക് ആണെങ്കിൽ അങ്ങനെ ഓരോ തപ്പിപ്പിടിച്ച് ഓരോന്ന് പറയുന്നുണ്ടെങ്കിൽ അവസാനം ഐ ലവ് യു എന്നൊരു ആൻസറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കെയ്ഫർ ആണെങ്കിൽ അത് കേൾക്കാൻ കാത്തു നിന്ന പോലെ തന്നെ തിരിച്ച് ഐ ലവ് യു ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ കെയ്ഫർ എത്രമാത്രം ഉഴപ്പി നടന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പഠിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പക്ഷെ നമ്മുടെ ജെയുടെ കാര്യം അങ്ങനെയല്ല. പിന്നീട് നമ്മൾ കാണുന്നത് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണെങ്കിൽ കൂടെ നമ്മുടെ കെയ്ഫർ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. കെയ്ഫർ ആണെങ്കിൽ നമ്മുടെ മൊത്തത്തിൽ അവൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ പ്രകടമാക്കിയിട്ടായിരുന്നു ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജെയോടുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് അവൻ ഇങ്ങനെ പ്രസന്റ് ചെയ്തുകൊണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നത്. ഇതെൻ്റെ വൈഫാണ് ഇങ്ങനെ ജാസ്ഫർ ജീൻ മറിയാനോ, ഷീസ് മൈ വൈഫ്, മൈ ലൈഫ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവളാണ് എൻ്റെ എല്ലാം എന്നൊക്കെ ഇവങ്ങനെ പറയുമ്പോൾ വിചാരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇത് പബ്ലിക്കായിട്ട് പറയുന്നുള്ള ഒരു ഇതും നമ്മുടെ ജയയുടെ മനസ്സിലുണ്ട് കേട്ടോ. നമ്മുടെ സെക്ഷനിലെ ബാക്കി പിള്ളേരാണെങ്കിൽ നമ്മുടെ ജയനെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട്. നമ്മുടെ ഫുഡിനെ കമ്പയർ ചെയ്തിരുന്നാൽ സ്വീറ്റും സോൾട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല രീതിയിൽ കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അവളത് കേട്ട് നിൽക്കാൻ പറ്റാതെ വേഗം അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഫുഡൊക്കെ എടുത്ത് നേരെ ടെറസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ 3 ആൾക്കാരുണ്ടായിരുന്നു, ആൻഡ്രോ, ഡെൻസൽ ആൻഡ് മയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ അടുത്തേക്കായിരുന്നു അവൾ പോയിട്ടുണ്ടായിരുന്നത്. ഇവരാണെങ്കിൽ അവിടെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ ജെ പറയുന്നുണ്ടായിരുന്നു അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കഴിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരതെല്ലാം അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നത്, നീയും കെയ്ഫറും തമ്മിൽ റിലേഷൻ ആയോ, നീ കെയ്ഫറിനെയാണോ ചൂസ് ചെയ്തത്, യൂറിയോ എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ നോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടെ അവന്മാർ പറയുന്നുണ്ടായിരുന്നു, സിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരോട് കെയ്ഫറുമായി റിലേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവർ പറയുന്നുണ്ട് നീ ഒരിക്കലും കെയ്ഫറിനെ എല്ലാവരും ചൂസ് ചെയ്യേണ്ടിയിരുന്നു, യൂറി ആയിരുന്നു, നിനക്ക് പറ്റിയത് യൂറി എന്നുള്ള കാര്യങ്ങളൊക്കെ അവളോട് പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ പറയുന്നുണ്ട് നീ പിന്നെ നിന്റെ കാരണം കൊണ്ട് തന്നെ നമ്മുടെ സെക്ഷൻ ഡിവൈഡ് ചെയ്ത് സ്പ്ലിറ്റ് ആവാൻ പോകാന്നുള്ള കാര്യത്തിന് ഒരു സൂചനയും കൂടെ അവൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എല്ലേൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. കെയ്ഫർ ചൂസ് ചെയ്തപ്പോൾ അങ്ങനെ സെക്ഷൻ 2 സ്പ്ലിറ്റ് ആയിട്ടുണ്ടായിരുന്നു, യൂറിയുടെ ഗ്യാങ്ങും അതുപോലെ തന്നെ കെയ്ഫറിൻ്റെ ഗ്യാങ്ങും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് താൻ ഇനി എല്ലേനെ പോലെ ആയി വരുന്നുണ്ടല്ലോ കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു വീട്ടിൽ ചെന്നിട്ട് നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണെങ്കിൽ ഏഞ്ചലോ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ എന്തിനാണെന്നൊന്നും ചോദിക്കാൻ നിന്നിട്ടില്ല, അവൾ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അവൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞത് എന്നുള്ളത്. അങ്ങനെ അവർ നേരെ യൂറിൻ്റെ ആ റെസ്റ്റോറൻറ്റ് അങ്ങോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി ഏഞ്ചലോ പറയുന്നുണ്ട് യൂറിയുടെ ഫാമിലിയുടെ അപ്പം യൂറിൻ്റെ ഒക്കെ ഒപ്പം ഒരു ഡിന്നറിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ അവിടെ എത്തിയപ്പോൾ യൂറി നല്ല സ്വീകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ജെയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫിയാൻസി ആണല്ലോ, സോ അതിനൊരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭയങ്കര നല്ല ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പൊതുവെ കെയ്ഫർ ജെ റിലേഷൻ ആണോ അതോ യൂറി ജെ റിലേഷൻ ആണോ ഇഷ്ടം എന്നുള്ള താഴെ കമന്റ് ബോക്സിൽ ഇടാട്ടോ. എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ യൂറി ജെ റിലേഷൻ ആണ്. അങ്ങനെ അവർ ഒത്തുകൂടിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അപ്കമിങ് വെഡിങ്ങിനെ കുറിച്ചിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ്റെയും അതുപോലെ തന്നെ ജെയുടെയും വെഡിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട് പുതിയൊരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ പോകുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ മനസ്സിലാലോചിക്കുന്നുണ്ടായിരുന്നു. വെഡിങ് ഡേറ്റ് ഇവിടെ തീരുമാനിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ജെയുടെ ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം വെഡിങ് നടത്താമെന്നാട്ടോ. അപ്പോൾ നമ്മുടെ ജെയുടെ ബർത്ത്ഡേ ആണെങ്കിൽ ഇനി കുറച്ച് ഫ്യൂ മന്ത്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സോ അവൾ അതിൻ്റെ ഒരു ടെൻഷനും ബർത്ത്ഡേ ഇപ്പോൾ 2-3 മാസം കഴിഞ്ഞ് അപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ വെഡിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുകയാണെന്നുള്ള ഒരു ടെൻഷനിൽ അവൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളോട് വേഗം ജാപ്പനീസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ജപ്പാനിലേക്ക് പോകുന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവിടെ ഒരു സൂചന
കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂറിയുടെ മോമ അവളോട് ചോദിക്കുന്നുണ്ട് ഗൗണും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് പോകണ്ടേ. അപ്പോൾ അവൾ പറയുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും പോകാന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി എനിക്ക് വേറൊരു കാര്യമാണ് അപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂറിനോട് ഇവൾ ആ സത്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവൻ തീരെ ദേഷ്യപ്പെടാതെ ഭയങ്കര കൂളായിട്ട് ഇവളോട് ഭയങ്കര സ്നേഹത്തോട് കൂടിയാണ് പെരുമാറണം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇവളിങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ജാപ്പനീസ് യൂറിയുടെ ഡാഡി അവളോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവളുടെ ഫേസ് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇവൾക്ക് ജപ്പാനിലേക്ക് പോകണല്ലോ എന്നുള്ള കാര്യങ്ങളും ഒരുപാട് പേര് മിസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇവളുടെ ഫേസ് നല്ല രീതിയിൽ വാടി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ യൂറി അവളെ പിടിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവരുടെ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഓരോ കാര്യങ്ങൾ ഇവർ സംസാരിക്കുകയായിരുന്നു കേട്ടോ. സംസാരം ഇവരുടെ റിലേഷനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ജെ പറയുന്നുണ്ടായിരുന്നു ഈ സംഭവങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നിന്റെ സ്നേഹത്തിന് ഞാൻ ഒരിക്കലും ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യൂറി പറയുന്നുണ്ട് ഒരിക്കലും അതിന് പറ്റില്ല, കാരണം കെയ്ഫറിന് എല്ലാ കാര്യങ്ങളും യൂറി വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ, ഇതിൻ്റെ അവസാനമാണ്, കാരണം നമ്മുടെ ജെയെ നമ്മുടെ യൂറി സ്വന്തമാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിനക്ക് ഈ റിലേഷന് താല്പര്യം ഇല്ല എന്നുള്ള കാര്യങ്ങളൊന്നും എൻ്റെ പാരൻസിന് മുന്നിൽ കാട്ടരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് യൂറി അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവളൊക്കെ അത് ആലോചിച്ച് അവിടെ അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു അവിടേക്ക് ഒരു പുതിയ അംഗത്തിൻ്റെ എൻട്രി. പുതിയ അംഗം എന്ന് പറയാനില്ല, അവൾ മുന്നേ ഈമാൻ്റെ ഒരു ഷോപ്പിങ്ങിന് പോയപ്പോൾ ബ്ലാസ്റ്ററിൻ്റെ ഫോണിലൊരു പിക്ചർ കണ്ടിട്ടായിരുന്നു, ബ്ലാസ്റ്ററിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഗേളിനെ. സോ അവളെ ആയിരുന്നു അവിടെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളെ കണ്ടപ്പോൾ തന്നെ ചേച്ചിക്ക് നല്ല സിമിലാരിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ആ ബ്ലാസ്റ്ററിൻ്റെ ഫ്രണ്ട് എന്നുള്ള കാര്യം, ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ചോദിക്കുന്നുണ്ട്, ഈ ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട് അവളോട് ജെ അല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അങ്ങനെ ഫണ്ണി ആയിട്ട് അവൾ ഉത്തരം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കെയ്ഗൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കെയ്ഗൺ പറയുന്നുണ്ടായിരുന്നു ഇതാണ് എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കണ്ടില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഗേൾ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, സോ അതിനൊരു ചെറിയൊരു സെലിബ്രേഷനും കാര്യങ്ങളായിട്ടാണ് അവർ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാസ്പർ ഇങ്ങനെ ആലോചിക്കുക അവൻ്റെ മറ്റേ നമ്മുടെ ബ്ലാസ്റ്ററിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ബ്ലാസ്റ്ററിന് ചെറിയൊരു ഇഷ്ടമുള്ളോട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കൂടാതെ ഇത് കെയ്ഗൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയുന്നു. ഇവർ രണ്ടുപേരുടെ ഇടയിൽ ഒരു റിലേഷൻ തീരെ ഒത്തു പോകുന്നില്ലെന്നും ആലോചിച്ച് അവളിങ്ങനെ തലപ്രാന്തിരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് ഒരുപാട് മെസ്സായിട്ട് കിടക്കുകയാണ്, സോ അത് ആദ്യം ശരിയാവട്ടെ എന്നുള്ള രീതിയിൽ അവൾ തിരിച്ച് നമ്മുടെ ആ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അവൾ അങ്ങനെ അങ്ങോട്ടേക്ക് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച വെച്ച് കഴിഞ്ഞാൽ മാർക്ക് നമ്മുടെ കെയ്ഫർ വേറൊരു ഗേളിനോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഗേൾ എങ്ങനെയാണ് ഇവനുമായിട്ട് പരിചയപ്പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാർട്ടിയിൽ വെച്ചിട്ടായിരുന്നു പരിചയപ്പെട്ടെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഇവളാണെങ്കിൽ നല്ല രീതിയിൽ അവനോട് നല്ല അഫെക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇവളുടെ പേര് ഹണി ബി റൈഡർ എന്നാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഹണി ആണെങ്കിൽ കൂടെ അവന് വാരി കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ജെക്ക് നല്ല ജലസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ യൂറിക്കാണെങ്കിൽ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവൻ ചോദിക്കുന്നുണ്ട് ചെറുതായിട്ട് ജലസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ യൂറിയുടെ മോമാണെങ്കിൽ അവൾക്ക് ജലസ് തോന്നുന്നത് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും തോന്നുന്നു. അപ്പോഴേക്കും അവർക്ക് പരിചയമുള്ള ഒരാൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ബിസിനസ്മാനെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അവരെ ഈജലോക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ളവർ മാത്രം ആവുന്നുണ്ട് അവിടെ. എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഹണിയുടെ ഇൻട്രാക്ഷൻ മൊത്തത്തിൽ നമ്മുടെ കെയ്ഫറിൻ്റെ അടുത്തായിരുന്നു. കെയ്ഫറിൻ്റെ ആ ഒരു കാട്ടിക്കൂട്ടൽ കണ്ടിട്ടാണെങ്കിൽ ജെക്ക് നല്ല അസൂയയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ജെ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്, ദേഷ്യം പിടിച്ചിട്ടുള്ളൊരു ഇമോജിയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. കെയ്ഫർ ആണെങ്കിൽ ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യൂറി അവളോട് ചോദിക്കുന്നുണ്ട് നല്ല രീതിയിൽ അസൂയയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അവളോട്. അവളാണെങ്കിൽ ആ ഒരു മുഖം വീർപ്പിച്ച് കെട്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഹണിയാണെങ്കിൽ ഓരോ സ്പൂണിൽ വാരിയിട്ട് നമ്മുടെ കെയ്ഫറിന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവളുടെ മുഖം അപ്പം കടന്നിലൊത്തിയിരിക്കുക. അതിൻ്റെ ഇടയിൽ ഹണി ചോദിക്കുന്നുണ്ടായിരുന്നു യൂറിയും ചേച്ചിയും തമ്മിൽ റിലേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ പറയുന്നുണ്ട് ബെസ്റ്റ് ഫ്രണ്ടിനെക്കാട്ടി മേലെ ലവേഴ്സിനെക്കാട്ടി കീഴെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് നമ്മുടെ ജെയും ഹണിയും സംസാരിച്ച് ഫസ്റ്റ് ഫണ്ണി ആയിട്ടാണെങ്കിൽ അവൾ ആ ഒരു ജലസിന്റെ പുറത്താണല്ലോ പറയുന്നത്. അങ്ങനെ ചെറിയ വാക്കേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ടോൺ തീരെ പറ്റാഞ്ഞിട്ട് നമ്മുടെ ഹണി അവിടെ നിന്ന് ബാത്റൂമിലേക്ക് എണീറ്റ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് നമ്മുടെ ജെയും വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു വാക്കുതർക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹണി പറയുന്നുണ്ട് നിനക്ക് കെയ്ഫറിനോട് യൂറിയോടും ഒരുപോലെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, നീ എന്തൊരു പെണ്ണാണ്, അവളെ ഭയങ്കര മോശമായിട്ടും. തുടർന്ന് അവളുടെ മമ്മിനായിട്ട് കമ്പയർ ചെയ്തെന്ന് പറയുന്നുണ്ട്, നിന്റെ അമ്മ ഇങ്ങനെ തന്നെയല്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് നല്ല പ്രവോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഹണീൻ്റെ മൂക്കിനിട്ട് തന്നെ ഒന്ന് കൊടുത്തിട്ട് അവൾ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അവരുടെ ബ്ലഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഹണി അവിടെ നിൽക്കുകയായിരുന്നു. അവൾ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമുണ്ടായില്ല, പക്ഷെ അവളുടെ മമ്മിനെ ഇതിലേക്ക് വലിച്ചെറിച്ചതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നത്. ഒരിക്കലും അവളുടെ മമ്മിനെ പോലെ അല്ല അവൾ എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് നമ്മുടെ കെയ്ഫർ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജലസിനെ കുറിച്ചിട്ടൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ സെക്ഷൻ ഈ ക്ലാസ് റൂമാണ് കാണുന്നത്. അവിടെയാണെങ്കിൽ റോറി ആണെങ്കിൽ കൂടെ എല്ലാവർക്കും ക്യാഷും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജയജനോട് ചോദിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് റോണി ഞാൻ പൈസ തന്നിട്ടില്ലല്ലോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ പറയുന്നുണ്ട് അത് നമ്മുടെ കെയ്ഫർ തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അവൾ പറയുന്നുണ്ട് എന്തിനാണ് കെയ്ഫർ കൊടുത്തെന്നുള്ള കാര്യങ്ങളൊക്കെ ജയജ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ അവകാശം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവർ കിസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ സെക്ഷനിലെ പിള്ളേരാണെങ്കിൽ നല്ല ആഘോഷിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷമായിരുന്നു യൂറി അങ്ങോട്ടേക്ക് വന്നിട്ട് യൂറി ഇത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നീട് നമ്മുടെ പ്രിൻസിപ്പളാണ് ജെ ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഓരോ കാര്യങ്ങളല്ല അവളുടെ കഴിഞ്ഞ സ്കൂളിൽ പോയിട്ട് കുറച്ച് ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ സൈൻ മേടിച്ചിട്ട് വരാനുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സൈൻ മേടിച്ച് വന്നിട്ടില്ലെങ്കിൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവളെ
അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് വിടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ മിസ് പറയുന്നുണ്ട് ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് അവളുടെ സ്കൂളിൻ്റെ അടുത്താണല്ലോ, സോ അങ്ങനെ പോകുന്ന സമയത്ത് സൈൻ മേടിച്ച് വന്നാൽ മതി എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. തിരിച്ച് നമ്മുടെ ജെ ക്ലാസ്സിലേക്ക് വരുമ്പോഴാണെങ്കിൽ സെക്ഷനിലെ 2 ഗ്യാങ് ആയിട്ട് തല്ലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജെ ആണെങ്കിൽ നല്ല നെട്ടി നിൽക്കാട്ടോ. ഒരു ടീമാണെങ്കിൽ യൂറിയ ടീം എന്നുള്ള പോലെ, മറ്റേ ടീം കീഫറിന്റെ ടീം എന്നുള്ള പോലെ 2 സെക്ഷനായിട്ട് നല്ല രീതിയിൽ തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നിൽക്കുകയാണ്. അവൾ എന്തെങ്കിലും നടക്കുന്നത്, എന്തിനും വഴക്ക് കൂടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ കെയ്ഫർ യൂറിയും ഒരുമിച്ച് അവളെ നോക്കുന്നുണ്ടായിരുന്നു. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുക കേട്ടോ. എന്തിനാണ് ഒരു പരസ്പരം തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ജെയുടെ പേരിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തുടർന്ന് വഴിയെ നമുക്ക് മനസ്സിലാക്കാം. സോ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ലൈക്ക് ചെയ്തതിന് ഒരുപാട് പേര് കാണും. സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിന് ഒരുപാട് പേര് കാണും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി കാണാം. ദിസ് ഈസ് അബ്നൻ സൈനിങ് ഔട്ട്. ബൈ.